എന്താ ഇത്ര കാലം കാണാത്തത് നിങ്ങളൊന്ന് പറയുന്ന ആ ഒരു 6 വ്യൂവേഴ്സ് അവരുദ്ദേശിച്ച് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ കാണിക്കുന്നതാണ് ട്രെൻഡ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരെ നമുക്ക് മീറ്റ് ചെയ്യാം. 9:30-ക്കുള്ളതാണ് അഡ്മിഷൻ. ഇപ്പൊ ടൈം 10 മണി ആവാറായി. സ്പോട്ട് ലോഞ്ചിൽ പോവാണ് കുസാറ്റിലേക്ക്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് റോഡ് നിറയെ വണ്ടി ഇതൊന്നും കുഴപ്പമില്ല അല്ലേ? നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. നല്ല തിരക്കായിരുന്നു രാവിലെ തന്നെ, പക്ഷെ ഞങ്ങൾ സമയത്തിന് എത്തി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. രാവിലെ ഞാൻ ഡെക്കാത്തലോൺ പോവാണ്. വെയിറ്റ് ചെയ്യൂ. ഡെക്കാത്തലോൺ എന്താണെന്നറിയോ? ഓക്കെ, ഞാൻ എൻ്റെ തിരികെ രാവിലെ നമ്മൾ പോയ അഡ്മിഷന്റെ കാര്യം നമ്മൾ മുന്നേയായി. ബിക്കോസ് അഡ്മിഷൻ കിട്ടിയില്ല. എനിക്കല്ലായിരുന്നു, പേടിക്കണ്ട. എന്നെ പിന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഡെക്കാത്തലോൺ ആദ്യമായിട്ട് കാണുന്നു ഞാൻ. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു. അപ്പൊ പോയിട്ട് കണ്ടിട്ട് ഉള്ളിലുള്ള കാഴ്ചകൾ ഇനി റെക്കോർഡ് ചെയ്യാം. അവിടെ പോയിട്ട് സ്ഥിരമുള്ള പോലെ തന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് ഷോ കാണിച്ച് നടന്നു. ഞങ്ങളല്ല, ഇദ്ദേഹമാണ് ഷോ കാണിച്ചത്. സർ, ഒരു ഓട്ടോഗ്രാഫ് തരോ? നോ പെണ്ണൊന്നുമില്ല, ഫോട്ടോഗ്രാഫ് എന്നാ പറഞ്ഞ. സോ യെസ് ഗൈസ്, ദിസ് ഇസ് നെക്സ്റ്റ് ഡേ. ഐ വാസ് പ്ലാനിങ് ടു ഗോ ടു തൃശ്ശൂർ. കാരണം അത്യാവശ്യമായിട്ട് കുറച്ച് പേപ്പേഴ്സ് കളക്ട് ചെയ്യാനുണ്ട്. എല്ലാവരും പോലെ ഞാനും എല്ലാം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് ലാസ്റ്റ് മാത്രമേ അത് കളക്ട് ചെയ്യാൻ പോകുള്ളൂ. ട്രെയിനിലൊക്കെ കയറി ഞാൻ ഭംഗി ആസ്വദിച്ചു. ഈ പുറത്തുള്ള കാഴ്ചകൾ മാത്രമല്ല, ഞാൻ എന്ത് ഭംഗിയും ആസ്വദിക്കാൻ അതിനിടയ്ക്ക് വിട്ടുപോയിട്ടില്ല. ഐ ഡിഡ് റെക്കോർഡ് എവറിഥിങ്, നോട്ട് എവറിഥിങ്, ജസ്റ്റ് ദി എന്താ പറയുക, റാൻഡം സ്റ്റഫ്സ്. പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ആർട്സ് നടക്കുന്നുണ്ടെന്ന്. സോ ദ ഡെക്കോർ ആൻഡ് എവറിഥിങ് വാസ് സോ കളർഫുൾ. ഫുള്ളൊരു റെയിൻബോ തീമൊക്കെ ആയിരുന്നു. ഇറ്റ് വാസ് സോ നൈസ് ടു സീ കോളേജ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് നോർമലി ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആയിരിക്കും. ആൻഡ് ദർ വാസ് സ്റ്റുഡൻസ് പ്രാക്ടീസിങ് ഫോർ ആർട്സ്. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇതുവരെ തിരിഞ്ഞു നോക്കാത്തതെന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇല്ല. അയ്യോ, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം കുറേ തിരക്കിലായിപ്പോയി. ഐ എം നോട്ട് എംപ്ലോയിഡ്, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ഇപ്പം നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കോളേജിൽ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് എവിടെയാണ് പോകുന്നതെന്ന്. അത് ഞാൻ പറയാം. ഹായ് പറയോ? എൻ്റെ കൂട്ടുകാരനാണ്, സുഹൃത്തുക്കളെ. ആൻഡ് ഐ ഹാഡ് ലഞ്ച് ഫ്രോം ഹിയർ. കായ്സിൽ നിന്ന് കുറച്ച് ബിരിയാണി അടിച്ചു. യെസ്, ആൻഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ മൈ ഫാദർ ടു കം ആൻഡ് പിക്ക് മീ അപ്പ് ഫ്രം ദർ. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് യെസ്, ദിസ് ഈസ് എയർപോർട്ട്. ഇത് അടുത്തൊരു ദിവസമാണ്. ഫോർ ദോസ് ഹു ഡോണ്ട് നോ യെറ്റ്, ഐ ലവ് കേരളം. കേരളത്തിൽ നിന്ന് ഞാൻ പോയി. പേടിക്കണ്ട, UK-യിലോ കാനഡയിലോ എങ്ങോട്ടും അല്ല പോയത്. അവിടെയുള്ളവർ എനിക്ക് DM ചെയ്യുകയും വേണ്ട. ബിക്കോസ് ഐ എം നോട്ട് ദർ. ഐ എം സ്റ്റിൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെയുണ്ട്. വന്ദേ മാതരം കണ്ടില്ലേ? സോ എവിടെയാണ് പോയെന്നുള്ളത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം ഇടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുമെന്ന് പറഞ്ഞിട്ട് ഐ വിൽ ഡിസപ്പിയർ. അതാണല്ലോ നമ്മുടെ സ്ഥിരം പരിപാടി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? നമ്മളെങ്ങോട്ട് പോകണമെന്ന് പറയാം. എനിക്കൊരു ചെറിയ പയ്യനെ പോലെ ഉണ്ടല്ലോ. കുറച്ചധികം നേരം ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നടന്നു. there was a lot of time to kill. അതൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഞങ്ങൾ. ഹായ് ഗായ്സ്, നമ്മൾ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വലിയൊരു ജേർണിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ ബാഗ്, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ ബാഗ് ഇവർ പിടിച്ചു വെച്ചു, തന്നില്ല. എന്നിട്ട് പറഞ്ഞു ടേക്ക് ഔട്ട് ദ ജ്വല്ലറി ബോക്സ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ജ്വല്ലറി ആണ് അതിൻ്റെ അകത്തുള്ളതെന്ന് അവർക്കറിയാം. പിന്നെ എന്തിനാണ് അത് ടേക്ക് ഔട്ട് ചെയ്യണത്? പക്ഷെ അങ്ങനെയല്ല ഇവിടെ വർക്ക് ചെയ്യാൻ. എന്നിട്ട് അവർ എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ ഇതുവരെ എയർപോർട്ടിലൊന്നും വന്നിട്ടില്ലാത്തത് കാരണം ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് എന്നെ പറ്റിക്കാൻ പറ്റും. അതെന്താ സംഭവം എനിക്കിപ്പോഴും അറിയില്ല.
വി ഹാഡ് ടു വെയിറ്റ് ഫോർ എ വൈൽ. എൻ്റെ ശരിക്കും ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി ആയിരുന്നു. എനിക്ക് നെഗറ്റീവ് കമൻസ് ആണുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയാൻ ഒട്ടും ഇഷ്ടമായില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് 3:57, ഓൾമോസ്റ്റ് 4. നമുക്ക് എപ്പോഴും ബോഡി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വലിയ കാര്യത്തിന് ഒരുങ്ങി വന്നു, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാൻ ഡൊമസ്റ്റിക് ആയിട്ടാണ് ട്രാവൽ ചെയ്യുക. അല്ല, അങ്ങനെയല്ല പറയണത്, അങ്ങനെയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടാണ് ട്രാവൽ ചെയ്യുക. ഞാൻ കുറച്ച് ഓവറായെന്ന് എനിക്കൊരു സംശയം. പക്ഷെ സാരമില്ല, ഓവറായാലല്ലേ എല്ലാവരും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നീ നമുക്ക് എപ്പോഴാണ് 5:30 ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ 1.5 മണിക്കൂർ ഇവിടെ കിടന്നുറങ്ങാം. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് കിടന്നുറങ്ങാം. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ജേർണി ഗൈസ്. ഐ ആം എക്സൈറ്റഡ്. ഓഫ് കോഴ്സ് ഐ ആം എക്സൈറ്റഡ്. ഇത്രേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൻ്റെ ഇറാഖിയൻ ബ്രദറുമാണ് ഗൈസ്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഇറാഖ്. ഇതൊക്കെ പറയാനുണ്ടോ? ഇതിന് തന്നെ നമുക്ക് 2.5 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടിടാം ആ ഒരു പോർഷൻ. നമ്മൾ എങ്ങോട്ട് പോണേ? സസ്പെൻസ് അല്ലേ? എക്സൈറ്റഡ് ആണോ? ആങ്സൈറ്റി ഉണ്ടോ? ഇവനെ നമ്മൾ കൂടെ വിടുന്നത് തന്നെ എനിക്കറിയാത്തത് കാരണമാണ് വിട്ടത്. നമ്മൾ വിചാരിച്ചു നമ്മുടെ ബാഗിനൊക്കെ ഒരു 30 കിലോ കൂടിയിട്ടുണ്ടാവും. പക്ഷെ നോക്കിയപ്പോൾ 17.5 ഉള്ളൂ. 17.5. വീട്ടിൽ വെച്ച ബാഗ് സാധനം ഇതിൽ എടുത്ത് വെച്ചിട്ട് വരാനുള്ളതായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.